അപ്പോൾ ഇത് നമ്മളൊരു സബ്മിഷൻ ഡ്രോയിങ് ആണ്. ഇത് ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഓഫീസ് ഓഫ് ദി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, റവന്യൂ ടവർ, മറൈൻ ഡ്രൈവ്, എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സബ്മിഷൻ ഡ്രോയിങ് ആണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇതിന്റെ സൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ എ ഗ്രേഡ് ലൈസൻസ് ആണെങ്കിൽ അതിന്റെ പെർമിറ്റ് നമ്പർ ഉണ്ടാവും, SA എന്ന് പറഞ്ഞ്, അതുപോലെ അതിന്റെ വാലിഡിറ്റി ഉണ്ടാവും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് സൈൻ സീലും നമുക്ക് കിട്ടും. അപ്പോൾ ഈ സൈൻ സീലും വെച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു ലൈസൻസ്ഡ് എഞ്ചിനീയർ ആവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് നല്ല ടെക്നിക്കൽ നോളജ് ഉണ്ടാവണം. അത് ഈ ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ പ്രോസസ്സാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഡിസൈന് വേണ്ട എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ലൈസൻസ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരിക്കലും ലെക്ക് കൊണ്ട് നമുക്ക് പാസ്സാകാൻ പറ്റുന്നതല്ല. ബിക്കോസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റനോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഈ ഫുൾ സിസ്റ്റം ഡിസൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ അതിന്റെ വൈവേം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലൊരു ട്രെയിനിങ് കിട്ടിയാൽ മാത്രമാണ് ലൈസൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ട്രെയിനിങ് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും MTTCയിൽ അവൈലബിൾ ആണ്. സ്കീമാണ് ഈ കാണുന്നത്. അപ്പോൾ സോളാറിന്റെ സ്ട്രിങ് 1, 2, 3, 4, 5, 6 അങ്ങനെ 6 സ്ട്രിങ്സ് ആണ് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് സോളാർ ഇൻവെർട്ടർ. 33 കിലോവാട്ടിന്റെ 3 ഇൻവെർട്ടർ ആണ് ഇവിടെ. അതുപോലെ സോളാർ എഡ്ജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 33 കിലോവാട്ടിന്റെ 2 ഇൻവെർട്ടർ ഇവിടെയുണ്ട്. ഇൻവെർട്ടർ കമ്പൈനർ ബോക്സിലേക്ക് കയറിയിട്ട് AC ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് വരുന്നു. AC ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് ആണ് ഇത് MSB 2ലേക്കാണ് ഈ സപ്ലൈ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് MSB 2. അപ്പോൾ MSB 2ലേക്ക് സോളാർ AC ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നുള്ള സപ്ലൈ വരുന്നു, ജനറേറ്റർ സ്വിച്ച് ബോർഡിൽ നിന്നുള്ള സപ്ലൈ വരുന്നു. അവിടെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്.